അതുപോലെ തന്നെ സഭയുടെ ഉപദേശങ്ങളെ കുറിച്ച് പറയുന്നു. അതിന് കൃത്യമായ എവിഡൻസ് ഉണ്ടായിരിക്കണം. കാലഘട്ടത്തിനനുസരിച്ച് ഉപദേശം. നമ്മുടെ പ്രശ്നം, നമ്മൾ ഡോക്ടറിനേക്കാൾ റിച്വൽസിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അവിടെയാണ് നമ്മളുടെ പരാജയം. ഡോക്ടറിനേക്കാൾ, ഉപദേശത്തെക്കാൾ നമ്മൾ ആചാരങ്ങൾക്കാണ്. എന്താണ് ഈ ആചാരങ്ങൾ എന്ന് പറയുന്നത്? അതല്ല, നമ്മൾ ഈ ആചാരലംഘനം, ആചാരങ്ങളെ ഭയങ്കര പ്രശ്നമാണ്. ചിലർ ആചാരത്തെ ലംഘിക്കരുതെന്ന് പറഞ്ഞ ഈ ശബരിമല വിഷയത്തിലൊക്കെ തെരുവിലിറങ്ങുന്നുണ്ട്. അപ്പൊ ഈ ആചാരങ്ങൾക്ക് വേണ്ടിയാണ് പെന്തക്കോസ്തൽ ഒരു പരിധി വരുന്നത്. ആചാരങ്ങൾ ഒത്തിരി ആചാരങ്ങൾ നമ്മൾ ഈ പ്രാർത്ഥന പോലും പലപ്പോഴും ആചാരം നമ്മുടെ നാട്ടിലുണ്ട്. എനിക്ക് അവിടുത്തെ സീൻ അറിയത്തില്ല. പാസ്റ്റ് കൃത്യമായി പ്രാർത്ഥിച്ചു കൊടുക്കണം. അത് കഴിയുമ്പോഴത്തേക്ക് 2 പാട്ട് പാടും. ഒന്ന് പറ്റുകയില്ല, 2 പാട്ട് പാടി. ഇപ്പോഴും ട്രഡീഷണൽ പല ചർച്ചകളിൽ ട്രമ്മ് വായിക്കാൻ പറ്റത്തില്ല, ട്രമ്മ് പൊട്ടാനേ പറ്റും. കാരണം ഒരു താളത്തിൽ കുട്ടിക്കോട്ടും. അതായത് ട്രമ്മ് വായിക്കുകയാണ്, പ്ലേ ചെയ്യുകയാണ്, അല്ലെ? ഡ്രംസ് പ്ലേ ചെയ്യാൻ അത് പറ്റുകയില്ല. അങ്ങനെയുള്ള ചർച്ചകളുണ്ട്. ഇനി അത് കഴിയുമ്പോൾ ഇത്ര പേര് പ്രാർത്ഥിക്കണം, 2 സഹോദരിമാരും 1 സഹോദരൻ, അങ്ങനെ തന്നെ നിർബന്ധം. പിന്നെ ചിലടത്ത് സാക്ഷ്യങ്ങൾ ഉണ്ടെങ്കിൽ അവസാനം ആ സാക്ഷി പറഞ്ഞിരിക്കും. അങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട്. ചിലടത്ത് സെക്രട്ടറി ആവാം, സെക്കൻഡ് ലാസ്റ്റ് പറയും. അങ്ങനെയൊക്കെ ഈ കുറെ റിച്വൽസ് ഉണ്ട്. അതെല്ലാം റിച്വൽസ് തന്നെ, ആചാരങ്ങളാണല്ല. പിന്നെ വെള്ളിയാഴ്ച തന്നെ ഉപവസിക്കണം, ഒരു ആചാരമാണ്. വേറൊരു ഉപവസിച്ചാൽ ഇനി പൊതുവായി എല്ലാവർക്കും കൂടി വരാൻ കഴിയുന്ന ഒരു ദിവസം കൂടി വരിക എന്നുള്ളത് യാഥാർത്ഥ്യം. ആഭരണം ധരിക്കരുത്, ഇന്ന വസ്ത്രങ്ങൾ ധരിക്കരുത്, ഇങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഓരോ സ്ഥലത്തിലും വ്യത്യസ്തമായ വസ്ത്രധാരണ ശൈലികളും രീതികളും രൂപപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ കാനഡയിലുള്ള നിങ്ങൾ ധരിക്കുന്ന വസ്ത്രങ്ങൾ, എന്നാലും ഒരു വിശ്വാസി അവർക്ക് അനുയോജ്യമായ വസ്ത്രം ധരിക്കണമെന്ന്, അനുയോജ്യമായ വസ്ത്രം ധരിക്കും. അപ്പൊ ഇങ്ങനെ കുറെ റിച്വൽസ് നമ്മുടെ നാട്ടിലുണ്ട്, നമ്മുടെ ഇടയിൽ. ഇതിനാണ് നമ്മൾ പ്രാധാന്യം, പകരം ഉപദേശങ്ങൾക്കല്ല. മനസ്സിലായി പറഞ്ഞത്? ആത്മീയ ജീവിതത്തിന് പ്രാധാന്യം, ഇന്നർ മേൽ, അകത്ത മനുഷ്യന് പ്രാധാന്യം കൊടുക്കാം. അപ്പൊ നമുക്കറിയാം നാട്ടിലൊക്കെ ഇഷ്ടംപോലെ ഈ രാഷ്ട്രീയം, സഭാ രാഷ്ട്രീയം ഭയങ്കരമായിട്ട് കുടുംബിരി കൊണ്ട് പരസ്പരം പ്രശ്നങ്ങൾ, അത് എല്ലാ ഇടങ്ങളിലും. ചിലയിടങ്ങളിൽ പബ്ലിക്കിലേക്ക് വരുന്നു, ചിലയിടങ്ങളിൽ രഹസ്യമായി സഭയ്ക്കകത്ത് തന്നെ തീരുന്നു, അത്രേ ഉള്ളൂ. അപ്പം ഇങ്ങനെയൊക്കെ വരുന്നതിന്റെ കാരണം എന്താണ്? അപ്പം ആഭരണം ധരിക്കാത്ത, നേരത്തെ പറഞ്ഞ ലളിതമായി ജീവിക്കുന്നു നമുക്ക് തോന്നുന്ന ഒരാൾ കസേരയ്ക്ക് വേണ്ടി അടിപിടി കൂടുമ്പോൾ ഇവരെവിടെ പോയി? ഡോക്ടറിന് എവിടെ പോയി? ഇവരുടെ ഉപദേശം എവിടെ പോയി? അപ്പൊ ഉപദേശത്തിന് പ്രാധാന്യം.